കൊടുക്ക്, നിങ്ങളുടെ പരാതി കൊടുക്കണ്ട. വലയാണ്ട് കിട്ടോളാം. 300 രൂപ കേട്ടോ. ആ എന്താ സ്റ്റാമ്പാണ്, ശിശുദിന സ്റ്റാമ്പാണേ. രണ്ടുപേരും കൂടെ പപ്പാതി എടുത്തിട്ട് കൊടുത്തോളൂ കേട്ടോ. ആ ശരി. അല്ല എനിക്ക് വേണ്ട, അത് നിങ്ങൾ വെച്ചു. വെച്ചോളാം അല്ലേ? ശരി കേട്ടാ. പോട്ടെ പോട്ടെ. ശരി. ഹലോ. ആ സാറേ പറഞ്ഞോളൂ. ആണോ? സാറേ ഇപ്പോഴോ? അതെ, ഡെപ്യൂട്ടി കലക്ടറാ വിളിച്ചത്. എത്രയും പെട്ടെന്ന് ചെന്ന് കാണാൻ. സാറേ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാനും ഇല്ലേ സാറേ. സാറേ എനിക്കൊന്ന് നേരത്തെ വീട്ടിൽ പോകണം, ഞാൻ ഉണ്ടാവില്ല. നിങ്ങളോട് ചെല്ലാനല്ല, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എത്രയും പെട്ടെന്ന്. അതെ, അത് വളരെ വെക്കളി. ഇനി എന്ത് മാറാപ്പ് തലയിൽ കെട്ടിവെക്കാനാണോ എന്തോ. സാറേ എന്തായാലും പോകുമ്പോഴേ കുറച്ച് സ്റ്റാമ്പ് എടുത്ത് കൈമിൽ വെച്ചോളേ, കളക്ടർക്കും കൊടുക്കാലോ. അത് ശരിയാണ്, ചിലപ്പോ മേടിക്കും. ഓ ശരിയാ. ഇതിപ്പോ ലോട്ടറി മാതിരി തന്നെ കിട്ടിയായി. പോകുമ്പോ അവിടുന്ന് വല്ല കമ്പ്യൂട്ടറും വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോ. എനിക്കിവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചതാ. ശരി കേട്ടോ, ഞാൻ പോയിട്ട് വരാം. കമ്പ്യൂട്ടർ പോയിട്ട് വരാം. സാറേ ഇനി പോയിട്ട് കൊണ്ട് വരുന്നില്ലോ? ഇല്ല, അങ്ങോട്ട് വരില്ല. ശരി. ആ നിങ്ങളടച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പരാതി പരിഹാരമേള നമ്മുടെ ജില്ലയിൽ വെച്ച് നടക്കുന്ന കാര്യം അറിയാലോ? ഓ സർ. അതിപ്പോൾ സത്യം വില്ലേജ് ഓഫീസറായിട്ടുള്ള വില്ലേജിൻ്റെ പരിധിയിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് കലക്ടർ വിളിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി വരെ അത്ഭുതപ്പെടണം എന്നാ പറഞ്ഞ്, ഒട്ടും മോശം വരുത്തരുത്. അപ്പം നമുക്ക് ഈ ഫംഗ്ഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണം. ഓ പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയം ഉണ്ടല്ലോ. പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ മതിയില്ലേ? എന്നാൽ അതിൻ്റെ പുറത്ത് ഒരു വലിയ പന്തൽ വേണം. പന്തൽ വേണം. ഒരു 1000-1500 പേർക്ക് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ഈ പന്തലിൽ ഇരിക്കാൻ പറ്റുന്നൊരു പന്തൽ വേണം. പിന്നെ ബാനർ വേണം. പിന്നെ നമുക്ക് ഈ ജില്ല മുഴുവനും ഫ്ലക്സുകൾ വെക്കണം. മന്ത്രി ജില്ല നമുക്കാണല്ലോ അതിൻ്റെ അധികാരം, നമുക്കാണല്ലോ. അപ്പോൾ ഒട്ടും മോശമില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. അപ്പൊ സാറ് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഒരു വലിയ ഭീമമായിട്ടുള്ള പൈസ ഫണ്ട് ഉണ്ടല്ലോ, നമ്മുടെ സർക്കാർ ഫണ്ട് അനുവദിക്കുക. അതിപ്പോൾ കയ്യോടെ കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടും. അപ്പോൾ അതെടുക്കാമല്ലോ, എടുക്കാം. അപ്പോൾ സർക്കാരിൽ നിന്ന് അനുവദിച്ചു വരുന്ന ഫണ്ട് എന്ന് പറയുന്നത് തന്നെ സാറേ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ആവുമല്ലോ. ഒരു വില്ലേജ് ഓഫീസറല്ലേ സത്യം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? നമ്മുടെ വില്ലേജ് പരിധിയിൽ ഒരുപാട് സമ്പന്നന്മാരൊക്കെ ഇല്ലേ? പല ആവശ്യങ്ങൾക്കായിട്ട് വില്ലേജിൽ വരുന്ന ഒരുപാട് കോടീശ്വരന്മാരൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ടാവും. അവരെയൊക്കെ ചെന്ന് കാണുക, എന്നിട്ട് അവരോട് പറയുക ഒരു 50,000 റുപ്യ ചിലവാക്ക്, മിനിസ്റ്ററാണ് വരുന്ന ഒരു ഓഡിറ്റോറിയം മറ്റേ ഒരു ഫംഗ്ഷൻ നടത്തണം എന്ന് പറഞ്ഞു നോക്കി, അവർ ചാടി വിടും. പിന്നെ ഇത് സത്യനെ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, അല്ല സർക്കാരിന് വേണ്ടിയിട്ടല്ലേ. മേലുദ്യോഗസ്ഥർ ഓരോന്ന് കൽപ്പിക്കണം, നമ്മളത് ചെയ്തു കൊടുക്കണം. അല്ല മാത്രല്ല സാറേ നമ്മളിപ്പോൾ ഈ അതെ, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാൽ മതി. പൊക്കോളൂ. ശരി സാർ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതെ, നീ ഉള്ള ബംഗാളികളെല്ലാം പണിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശമ്പളം കുറവെന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവന്നേ. പക്ഷേ കഴിഞ്ഞ മാസം അവന്മാർക്കെടുത്ത ഉരുളക്കിഴങ്ങ്, സവാള, ഗോതമ്പ് മാവ്, ഇത് മൂന്നും കൂടെ കണക്കൂട്ട് നോക്കിയപ്പോൾ മലയാളികളെ ജോലിക്ക് വെക്കാനാണ് നല്ലത്. ഓ ഓ ഓ ഇവിടെ തെണ്ടിത്തരം പറയരുത്, തെണ്ടി കേട്ടാ. നീ എന്നെ നിനക്ക് അറിഞ്ഞൂടാ. ആ എടാ ഞാൻ പറയണം, നീ ഇങ്ങോട്ട് കേട്ടാ മതി. നീ എന്നെ ഇങ്ങോട്ട് ഓ റാസ്കൽ. ഓ ഓ ഓ ഓ ഓ ഓ വീണോ എന്റെ പൊന്നു സാറേ, ഇതുപോലെ തലവേന പിടിച്ചൊരു മേഖല വേറെ അല്ലേ ഈ കൺസ്ട്രക്ഷൻ പരിപാടി. അറിയാമല്ലോന്ന് ഞാൻ പറയും ഇത് ചെയ്യരുത് എന്ന്. സാറേ ഞാൻ വന്നത് ഇതിപ്പോ നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ പരാതി പരിഹാര മേളയാണ്. അപ്പോൾ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ. അതിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം, കസേര, ചായ, വട, ഇനി എന്താ ആന വേണോ, ചെണ്ടമേളം വേണോ, എന്ത് വേണം സാറ് പറഞ്ഞോ? ഇല്ല, നമ്മൾ പറഞ്ഞത് മതി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓ ഇനി വേറെ എന്തെങ്കിലും? ഇല്ല, വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇല്ല എന്നാ പിന്നെ ശരി. അല്ല അത് ശരിയാവില്ലല്ലോ സാറേ. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചില്ലേ? ഒരു പാലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണം, അവിടെ പെട്ടുപോകില്ലേ, പിന്നെ തിരിച്ചു വരണ്ടേ? ഞാൻ മറ്റേ കയറി ഇറങ്ങിയ സംഭവം 1.5 ഏക്കർ നിലം, അത് നിലം ചെയ്തു തരണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ.
അത്രയൊക്കെ ഞാൻ സഹായിക്കില്ലേ. പിന്നെ നിങ്ങളെ സ്റ്റാമ്പോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് മുഴുവൻ ഞാൻ എടുത്തോളാം, ആർക്കും കൊടുക്കണ്ട. സാറേ അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ചെയ്യണം, അത് ചെയ്യണം. അതാണ് അത് നികത്തുന്നത് ഒന്നുകിൽ ഏതെങ്കിലും അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ചെയ്താൽ മതി. കാരണം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ സാറേ, മുമ്പിരുന്ന വില്ലേജ് ഓഫീസർമാരും ഞാനുമായിട്ട് എന്തോരം നിയമവിരുദ്ധങ്ങൾ ചെയ്തേക്കണത്. സാറ് പേടിത്തൂറിയാണ് കേട്ടാ. ഇങ്ങനെയൊന്നും ആവരുത് ഒരു വില്ലേജ് ഓഫീസർ. ധൈര്യമായിട്ടിരിക്കണം, എന്തിനും അങ്ങോട്ട് നേരിടണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സാർ, ഹാപ്പി അല്ലേ? അല്ലേ? അപ്പോൾ ഇനി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 1.5 ഏക്കറിൽ മണ്ണിടുന്നു, മൂടുന്നു, നിരത്തുന്നു. ഞാൻ ഹാപ്പി. ഹലോ, ആ മോയി സാറാണ്. ഇത് എന്താണെന്ന് വരുന്നില്ലേ? ലീവാണ്, ഇന്നും ലീവാണ്. ആവു നന്നായി. അല്ല വന്നിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് നടക്കില്ല എന്നെങ്കിലും പറയാൻ ആൾ വേണ്ട ഇവിടെ. ആവട്ടെ, ശരി ആയിക്കോട്ടെ, ശരി എന്നാൽ. ഓ ആളൊന്നും വരില്ല. സാറേ, ഞാൻ ആ പോക്കുവരത്തിന് കൊടുത്തത് ശരിയായിട്ടില്ല. അതിപ്പോഴും ശരിയല്ലേ? ഇല്ല, അത് തന്നില്ല. ഞാൻ അന്ന് ഫുൾ ടൈം ഇരുന്ന്, അപ്പൊ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിന്നെ കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആണ്, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അല്ല, എന്റെ കമ്പ്യൂട്ടർ ഇതുവരെ നന്നാക്കി കിട്ടിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോ ഈ കമ്പ്യൂട്ടറിൽ അത് ഓപ്പൺ ആയിട്ടും കാര്യമില്ല. പുതിയ വില്ലേജ് ഓഫീസർ വരണം. അയ്യോ, എനിക്ക് അത്യാവശ്യമാണല്ലോ മാഡം. അല്ല, ഈ സത്യൻ സാറിനെ സസ്പെൻഡ് ചെയ്ത എന്താണ്? ഈ അഴിമതിക്ക് കൂട്ടുന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വായിച്ചേ. എനിക്ക് സ്റ്റാമ്പ് കുറ്റ കേസ് വല്ലോണോ? സർക്കാരും മേലാധികാരികളും എല്ലാം ചേർന്നിട്ട് സസ്പെൻഷനുള്ള സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ ഞങ്ങളെ കൊള്ളു എന്താ ചെയ്യുക? അല്ല സാർ, ഇനി പുതിയ വില്ലേജ് ഓഫീസർ എന്നാ വരണേന്ന് വല്ല അറിയാൻ പറ്റൂ? അത് ചോദിച്ചു നോക്കാം. ഹലോ, ഡെപ്യൂട്ടി കളക്ടർ സൂതനാണ്. ശീതളനാണ്. ശീതളനോ? എന്താ ശീതള? ഇല്ലില്ല, പുതിയ വില്ലേജ് ഓഫീസറെ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ആദികുളം വില്ലേജ് ഓഫീസർക്ക് അഡീഷണൽ ചുമതല കൊടുത്ത് ഉത്തരവിറക്കിയതാണ്. പക്ഷെ മൂപ്പര് VRS എടുത്തു, ഇനി തുടരുന്നില്ല. അതുകൊണ്ട് പുതിയ വില്ലേജ് ഓഫീസറുടെ താൽക്കാലിക ചുമതല ശീതളനാണ്. ആരും